ഹലോ, അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എ ടാൻജൻറ്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ മീറ്റ്സ് എ ലൈൻ ത്രൂ ദി സെൻറ്റർ ഒ അറ്റ് എ പോയിന്റ് ക്യു സോ ദാറ്റ് ഒ ക്യു is equal to 12 സെൻറ്റിമീറ്റർ ലെങ്ത് പി ക്യു ഈസ് പി ക്യു കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സർക്കിൾ വരച്ചു. സർക്കിൾ വരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ അതിൻ്റെ റേഡിയസ് എങ്ങനെയാണ്? സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും സർഫസിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് റേഡിയസ്. ദെൻ ടാൻജൻറ്റ് എങ്ങനെ വരയ്ക്കും? റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ റേഡിയസ് നമ്മൾ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് സർക്കിൾ വരച്ചു. ഒ ആണ് സെൻറ്റർ, ഒ പി എന്നാണ് റേഡിയസിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. ദെൻ പി ക്യു ഈസ് ദി ടാൻജൻറ്റ്, റേഡിയസും ടാൻജൻറ്റും പെർപെൻഡിക്കുലർ ആണ്. ദെൻ ഒ മുതൽ ക്യു വരെയുള്ള ഡിസ്റ്റൻസ് 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്? പി ക്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറം എന്ന് വെച്ചാൽ എന്താണ്? പൈതഗോറസ് തിയറം. അപ്പോൾ പൈതഗോറസ് തിയറം എന്ന് വെച്ചാൽ എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ വേണം. റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, അതിന് ഹൈപ്പർന്യൂസ് ഉണ്ട്. 3 പൊസിഷൻസ് ഉണ്ട് നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ. നമ്മൾ ഹൈറ്റ് എന്ന് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആ ഡിസ്റ്റൻസിനെ പറയാം. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ചുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഹൈപ്പർന്യൂസ് സ്ക്വയർ ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്നാണ്. ഇവിടെ ഹൈപ്പർന്യൂസ് ഒ ക്യു ആണ്. അപ്പോൾ ഒ ക്യു സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണ്. ഒ ക്യു ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ഒ പി തന്നിട്ടുണ്ട്, റേഡിയസ് ആണ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ. ഇനി നമുക്ക് പി ക്യു സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ നമ്മൾ പി ക്യു സ്ക്വയറിനെ അവിടെ തന്നെ വെച്ചിട്ട് പി ക്യു സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 12 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 12 സ്ക്വയറിൻ്റെ വാല്യൂ 144 ആണ്, 5 സ്ക്വയറിൻ്റെ വാല്യൂ 25 ആണ്. അപ്പോൾ പി ക്യു സ്ക്വയർ ഈക്വൽ ടു 144 മൈനസ് 25, ദ ആൻസർ ഈസ് 119. ദെൻ പി ക്യു ഈക്വൽ ടു റൂട്ട് ഓഫ് 119 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ പറഞ്ഞു തരണമെങ്കിൽ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സസൈസിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ.